കോൺഗ്രസ്സുകാരെല്ലാം ഉണർന്നെന്നൊക്കെയാണ് പത്രമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഉണർന്നോ അതോ തമ്മിൽ തല്ലിനുള്ള ഒരുക്കം ആരംഭിച്ചോ എന്നുള്ളതാണ് ഇനിയിപ്പം അറിയേണ്ട കാര്യം. കഴിഞ്ഞ ദിവസം KPCC ആസ്ഥാനത്ത് ഉന്തും തെള്ളുമായിരുന്നു. KPCCയുടെ മുൻ അധ്യക്ഷന് അതുപോലെ തന്നെ പുതിയ അധ്യക്ഷനും സാരമായ പരിക്ക് പറ്റുകയും ചെയ്തു. നമുക്കറിയാം, കോൺഗ്രസിൻ്റെ ഏത് പരിപാടിയിലും വേദിയിൽ ഉന്തിത്തള്ളി കയറുന്നവരുടെ ഒരു വലിയ പ്രകടനം തന്നെ ഉണ്ട്. അത് തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ കണ്ടിട്ടുള്ളതാണ്. സ്റ്റേജ് തന്നെ തകർന്ന് വീഴുന്നതും പല നേതാക്കന്മാർക്ക് പരിക്ക് പറ്റുന്നതും അതൊക്കെ അവരൊരു ആഘോഷമായിട്ടങ്ങ് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം അവിടെ ഉയർന്ന ചില അഭിപ്രായങ്ങൾ അത് മുഖവിലേക്ക് എടുക്കേണ്ടത് തന്നെയാണ്. ഈ കണ്ട് മടുത്ത സ്ഥിരം മുഖങ്ങളെ ഒഴിവാക്കണം എന്ന് മുരളീധരൻ പറയുകയുണ്ടായി. ഇപ്പം ചെറിയാൻ ഫിലിപ്പ് ഒരു പോസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള മുഖങ്ങളെ ഒഴിവാക്കണം, കാരണം സീറ്റിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ അള്ളിപ്പിടിച്ചിരിക്കുക മാത്രമാണ്, ഒരിക്കലും തൃപ്തിയാകുന്നില്ല എന്ന്. അത് കോൺഗ്രസ്സുകാരുടെ ഒരു കുഴപ്പമാണ്. നമുക്കറിയാം KV തോമസ് എങ്ങനെയാണ് CPMൽ ഇപ്പോൾ ഇരിക്കുന്നത്. അത് കോൺഗ്രസിൽ നിന്നുള്ള എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും അനുഭവിച്ചിട്ട് അവസാനം വന്നപ്പോൾ ഒന്നും കിട്ടാൻ സാധ്യതയില്ല എന്ന് ബോധ്യമായപ്പോഴാണ് CPMലേക്ക് ചേക്കേറിയത്. പിണറായി അങ്ങനെ ഡൽഹിയിൽ കൂടിയിരുത്തിയിരിക്കുകയാണ്. മുരളീധരൻ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് പുതിയ മുഖങ്ങളെ കൊണ്ടുവരണം, അല്ലെന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നെ നിരവധി MP-മാർ അവിടെ കഴിഞ്ഞ ദിവസം എത്തിയിട്ടില്ലായിരുന്നു. പലർക്കും കൊതിക്കെറിവും മറ്റു പല കാര്യങ്ങളും ആയിരുന്നു. ഈ കോൺഗ്രസ്സുകാരെന്തിനാ ഈ ഇരട്ട പദവി എന്നുള്ള രീതി പണ്ടേ പറയാറുണ്ടല്ലോ. 2 പദവി വേണ്ട ഒരാൾക്ക്, പക്ഷേ ഇത് നടപ്പിലാക്കാറില്ല. ഇപ്പോൾ KPCC അധ്യക്ഷനായിട്ട് വന്നിരിക്കുന്ന സണ്ണി ജോസഫ് MLA ആണ്. മുൻ അധ്യക്ഷനായിരുന്ന സുധാകരൻ MP ആണ്. UDF കൺവീനറായിരിക്കുന്ന അടൂർ പ്രകാശ് MP ആണ്. അതുപോലെ തന്നെ പുതിയ സ്ഥാനമാനങ്ങളൊക്കെ കൊടുത്തിരിക്കുന്ന PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും ഇവരൊക്കെ MLAയും MPയും ഒക്കെയാണ്. അപ്പോൾ ഇതൊന്നുമില്ലാത്തവർക്ക് MLAയും MPയും അവരവരുടെ ജോലി ചെയ്യട്ടെ. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് വേറെ ചില കൊതിക്കെറിവ് പറയുന്നുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തണം. കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തട്ടിപ്പെന്ന് പറയുന്നത് ജാതിക്കാർഡ് ഉയർത്തുക എന്നുള്ളതാണ്. അപ്പോൾ KPCC അധ്യക്ഷന്മാരുടെ പടമൊക്കെ അവിടെ ആസ്ഥാനത്ത് നിരന്നിട്ടുണ്ടല്ലോ. അക്കൂട്ടത്തിൽ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാരും തന്നെ ഇല്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ചെറിയാൻ ഫിലിപ്പിട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഇത്തരത്തിലാണ്: KPCC DCC ഭാരവാഹികളുടെ പുനഃസംഘടനയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ വർഷങ്ങളായി മാറി മാറി തുടരുന്ന സ്ഥിരം മുഖങ്ങളെ ഒഴിവാക്കണം. ഗ്രൂപ്പ് നേതാക്കളുടെ പിന്തുണയില്ലാത്തതിനാൽ കാലാകാലങ്ങളിൽ അവഗണിക്കപ്പെട്ട കോൺഗ്രസിന് വേണ്ടി ജീവിതം ഹോമിച്ച പാരമ്പര്യവും അർഹതയും യോഗ്യതയും ഉള്ളവരെയാണ് ആദ്യം പരിഗണിക്കേണ്ടത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കണമെങ്കിൽ കോൺഗ്രസിൽ എല്ലാ തലത്തിലും തലമുറ മാറ്റം അനിവാര്യമാണ്. സംഘടനാ ദൗർബല്യം പരിഹരിക്കണമെങ്കിൽ പുതുരക്തപ്രവാഹം ഉണ്ടായേ തീരൂ. 50% സ്ഥാനങ്ങൾ 50 വയസ്സിന് താഴെയുള്ളവർക്ക് നൽകണമെന്ന AICC റായ്പൂർ സമ്മേളന തീരുമാനം നടപ്പാക്കണം. 25% വീതം വനിതകൾക്കും പിന്നാക്കക്കാർക്കും നൽകണമെന്ന നിബന്ധന ലംഘിക്കരുത്. ഉള്ളവനും ഇല്ലാത്തവനുമെന്ന 2 വർഗമാണ് കോൺഗ്രസിലുള്ളത്. ചെറുപ്പം മുതൽ തുടർച്ചയായി അധികാര സ്ഥാനങ്ങളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ചില നേതാക്കൾക്ക് അധികാര ആർത്തി ഇനിയും അവസാനിച്ചിട്ടില്ല. അവഗണനയിലും വഞ്ചനയിലും കടത്തിലും മനം നൊന്ത് ഹൃദയം മുട്ടി മരിച്ച സതീശൻ പാച്ചേനിയുടെ കഥനകഥ ആരും മറക്കരുത്. രാഷ്ട്രീയ പ്രതിയോഗികളുടെയും പോലീസിൻ്റെയും പീഡനമേറ്റ് ആരോഗ്യം ക്ഷയിച്ച് സ്ഥിരം ചികിത്സയിൽ കഴിയുന്ന ജീവിക്കുന്ന രക്തസാക്ഷികളെയാണ് പുനഃസംഘടനയിൽ ഓർമ്മിക്കേണ്ടത്. ഇതൊക്കെ എല്ലായ്പ്പോഴും കോൺഗ്രസിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും പ്രാവർത്തികമാകാറില്ല. ഇരട്ട പദവി എന്നുള്ളത് വേണ്ട എന്ന് പല കാലങ്ങളിലായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിപ്പോഴും എടുത്തു പറയുന്നുണ്ട് പലരും. പക്ഷേ
അതുപോലെ തന്നെ ഇത്ര ശതമാനം വനിതകൾക്ക് സംവരണം എവിടെ നടപ്പിലാക്കുന്നു അവർക്ക് വേണ്ടത്ര തരത്തിലുള്ള MLA ഇനിയിപ്പോൾ നോക്കിക്കോ, തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അത് കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് അവിടെ വനിതകൾക്ക് സീറ്റ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ അതും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് തന്നെ കോൺഗ്രസ് ഈ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യേണ്ടത്. പഴയ മുഖങ്ങളെ ഒക്കെ ഒഴിവാക്കണം. ഇവരെന്തിനു വേണ്ടിയാണ് അള്ളിപ്പിടിച്ചിരിക്കുന്നത്? കോൺഗ്രസ് നോക്കിക്കോ, ഈ സീറ്റ് വിഭജനത്തിലേക്ക് വരുമ്പോൾ വീണ്ടും കുതികാൽ വെട്ടും പാരവയ്പും ഒക്കെ തുടങ്ങുമെന്നുള്ളതാണ്. ഇപ്പോൾ വലിയ ഐക്യത്തിൻ്റെ കാഹളമൊക്കെ മുഴക്കി അവിടെ ഒന്നിച്ചു ചേർന്നു. ഇതിനെത്താത്തവരൊക്കെ ഉണ്ടല്ലോ. കഴിഞ്ഞ ദിവസം സണ്ണി ജോസഫ് അധികാരമേൽക്കുന്ന സമയത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ എത്തിയിട്ടില്ല, രാഘവൻ MP, VK ശ്രീകണ്ഠൻ, ശശി തരൂര്, ആന്റോ ആന്റണി ഇവരൊക്കെ എവിടെ പോയിരുന്നു? ആന്റോ ആന്റണിയൊക്കെ KPCC അധ്യക്ഷനായിട്ട് കയറി വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചതാണ്. അതൊക്കെ ഇല്ലാതായിപ്പോയി. അത് മുരളീധരൻ പറഞ്ഞതുപോലെ ഈ പടം കാണിച്ചാലെങ്കിലും ആൾക്കാർക്ക് തിരിച്ചറിയണ്ടേ, അങ്ങനെയുള്ളവരെ വേണം ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടത് എന്നാണ് പറഞ്ഞത്. അതൊക്കെ ആന്റോ ആന്റണിക്കൊക്കെ കൊള്ളുന്ന തരത്തിൽ തന്നെയായിരുന്നു. ബെന്നി ബെഹനാന് ഇവരാരും എത്തിയിട്ടില്ല. ഇങ്ങനെ ഈ കൊതിക്കറിവ് കാണിക്കുമ്പോൾ തന്നെ നമ്മൾ തീർച്ചപ്പെടുത്തേണ്ടത് MP സ്ഥാനത്ത് അലങ്കരിക്കുന്നവർക്ക് അത് KPCC അധ്യക്ഷ സ്ഥാനം നൽകരുത്, അല്ലെ MLA സ്ഥാനം അലങ്കരിക്കുന്നവർ അവർക്കും കൊടുക്കരുത്. ഒരേ സമയം ഈ രണ്ട് കാര്യങ്ങൾ എങ്ങനെ? ഇതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയൊരു പിടിപ്പുകേടെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നോക്കിക്കോ, ഈ സകല മുമ്പ് സമ്മേളനങ്ങളിൽ എടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടായിരിക്കും ഇവർ ചെയ്യാൻ പോകുന്നത്. സീറ്റ് വിഭജന സമയത്ത് ഇരുന്നിരുന്ന് ആ മണ്ഡലത്തിൽ അങ്ങ് വേരിറങ്ങിയവരെ തന്നെ വീണ്ടും നിർത്തുന്ന ഒരു ഏർപ്പാടായിരിക്കും കാണാൻ പോകുന്നത്. അത് കോൺഗ്രസിന് അപകടം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇതുകൊണ്ട് തന്നെയാണ് അവർക്ക് അധികാരത്തിലെത്താൻ കഴിയാതെ പോകുന്നതും. അത് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്ര വയസ്സ് എന്നുള്ളത് കൃത്യമായിരിക്കണം, പ്രായപരിധിയിലെ ഇളവ്. ഇതിന് ഒരു കേഡർ സ്വഭാവം കൈവന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കുഴപ്പം. സെമി കേഡർ ആക്കാൻ വേണ്ടി വന്നതാണ് സുധാകരന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റിയോ? ചെയ്യിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. അപ്പോൾ സുധാകരനെ പോലുള്ള ഒരാളായിരുന്നു ശരിക്കും KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരേണ്ടിയിരുന്നത്. ഇപ്പോൾ സണ്ണി ജോസഫിൻ്റെ കാര്യം പറഞ്ഞ്, സണ്ണി ജോസഫ് സൗമ്യനാണ്, ആയിക്കൊള്ളട്ടെ. സൗമ്യനായി കഴിഞ്ഞാൽ അതല്ലല്ലോ ഒരു യോഗ്യത എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും കോൺഗ്രസ് ഇനിയും ചില കാര്യങ്ങൾ അടിമുടി മാറേണ്ടിയിരിക്കുന്നു. ആ മാറ്റം ഉണ്ടായാൽ 2026 എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിഗണന ജനങ്ങൾ നൽകിയെന്ന് വരാം.